ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച് ചികിത്സയിൽ തുടരുന്ന മുണ്ടക്കൈ സ്വദേശി അനിൽ എന്നോടൊപ്പം ചേരുകയാണ്. അനിലിനെ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആശുപത്രിയുടെ വാർഡിലെത്തി നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. അനിൽ, എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യസ്ഥിതി? എനിക്ക് ബാക്കിൽ നല്ല പെയിൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ മുറികളും കാര്യങ്ങളും മാറി വരുന്നുണ്ട്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്യുന്നണം, എല്ലാം ക്ലിയർ ആയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും തന്നെ സംസാരിച്ച് അവർ ചോദിച്ച് ആരൊക്കെയാണ് വീട്ടിലുണ്ടായതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഞാനും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചും അമ്മയും നഷ്ടപ്പെട്ട്. കൊച്ചിൻ്റെ വയസ്സ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2.5 വയസ്സാണ്. ഞാൻ ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നായിരുന്നു. ഇന്ന് പോകണ്ടായിരുന്നു, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു, ഇന്നായിരുന്നു എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തലവേഗ തടവി കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, നമ്മളുണ്ടാവും, എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ക്യൂറായിട്ട് റെഡി ആയിട്ട് പോവാം. എന്തായാലും അനിൽ വ്യക്തമാക്കുന്നത് ആ വാക്കുകളാണ്. ആ ദുരന്തത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന മറ്റു ചിലരുമായും അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ അദ്ദേഹം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹവുമായും പ്രധാനമന്ത്രി നേരിൽ കണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പേര്? അരുൺ. എവിടെയാണ് വീട്? മുണ്ടക്കൈയിലാണ്. എന്താണ് അദ്ദേഹം സംസാരിച്ചത്? പ്രധാനമന്ത്രി വന്നു, ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, അന്നെ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, അത് വിവരിച്ചു. ബാക്കിയെല്ലാം കൂടെ ഉണ്ടാവുന്ന ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. ഒരു ഉറപ്പുണ്ടോ? അദ്ദേഹം ഉണ്ട്, പറഞ്ഞ പ്രധാനമന്ത്രിയല്ലേ, എന്തായാലും ഉറപ്പുണ്ടാവുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഈ ദുരിതത്തിൽപ്പെട്ടത്? വീട് ഞാൻ മാത്രം ആണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ബെറ്ററാ, ഇവിടെ വന്നതിനെ കണ്ടെത്ര ബെറ്ററാ. അപ്പോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് മുപ്പൻസ് ആശുപത്രിയിലെ ചികിത്സയിൽ തുടരുന്ന 49-ലേറെ പേരെ നേരിൽ കണ്ട് അവരുടെ ആരോഗ്യ വിവരങ്ങൾ, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രത്യേകിച്ച് ഈ ചികിത്സയിൽ വലിയ ആശങ്കയ്ക്ക് നടുവിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട രോഗികൾക്ക്, ചികിത്സയിൽ തുടരുന്ന ആളുകൾക്ക് പുതിയൊരു പ്രതീക്ഷയായിരിക്കുകയാണ്. അദ്ദേഹം അവർക്ക് നൽകിയ വാഗ്ദാനം അത് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അവരെല്ലാവരും വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു മഹാദുരന്തത്തെ അതിജീവിക്കുന്ന ഒരു ഘട്ടം, ആ അതിജീവന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി പൂർണ്ണ പിന്തുണയുമായി എത്തുന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നശിച്ച ഒരുപാട് ആളുകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള വലിയൊരു പ്രതീക്ഷയായി തന്നെ മാറുകയുമാണ്. ക്യാമറമാൻ പ്രജിത് കാങ്ങൂടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.